കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തെങ്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ദൈവവചന ഭാഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യാക്കോബിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നതായ ആശയക്കുഴപ്പങ്ങൾ, അവൻ്റെ മുമ്പിലുള്ള ഭാവിയുടെ അവ്യക്തതകൾ ഇതെല്ലാം മാറ്റുവാൻ തക്കോണം ദൈവത്തിൻ്റെ സാന്നിധ്യം അവനെ സഹായിച്ചു. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. നാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഓരോ ദിവസവും അനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ വ്യക്തത ഉള്ളതായി തീരും. അനേകരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ജീവിതത്തെക്കുറിച്ചുള്ള അവ്യക്തമായ കാഴ്ചപ്പാടുകൾ. കാരണം നമ്മുടെ ഭാവി ഒന്നും നമ്മുടെ കരങ്ങളിലല്ല എന്നുള്ള സത്യം നാം ഗ്രഹിക്കുമ്പോൾ പല ആളുകളും തങ്ങളുടെ ജീവിതത്തിലുള്ള റിസോഴ്സസുകൾ കണ്ടുകൊണ്ട്, പണം, സമ്പത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് അവർ ചിന്തിക്കുന്നു ഞങ്ങളുടെ ഭാവി വളരെ സുരക്ഷിതത്വമാണ്. പക്ഷേ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ അനേക പ്രിയപ്പെട്ടവരുടെ ആ ജീവിത കഥകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് അവരുടെ റിസോഴ്സസോ അവരുടെ സമ്പത്തോ അവരുടെ സ്വത്തോ ഒന്നും അവരുടെ ഭാവിയെ അവർക്ക് ക്ലിയർ ആക്കുവാൻ ഇടയാക്കുന്നില്ല. പല ആളുകളും തങ്ങളുടെ ജീവിതത്തിൻ്റെ മധ്യത്തിൽ ഈ ഒരു വ്യർത്ഥത മനസ്സിലാക്കി കുഴഞ്ഞു പോകുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷേ ദൈവഭക്തനായിരിക്കുന്ന ഒരു വ്യക്തി, ജീവനുള്ള ദൈവത്തെ അനുഭവിക്കുന്നതായ ഒരു വ്യക്തി, അവനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവന് കൊടുക്കുന്നതായ ആ കാഴ്ചപ്പാട്, ദൈവവചനത്തിലൂടെ ദൈവം അവരോട് ഇടപെടുന്നത് ഒക്കെയും ജീവിതത്തിൻ്റെ ആ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അവർക്ക് ബോധ്യമായി തീരുവാൻ ഇടയായിത്തീരും. യാക്കോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായ കാര്യങ്ങളാണല്ലോ നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, യാക്കോബ് അതികാലത്ത് എഴുന്നേറ്റ് അവൻ കല്ല് തലേണയായി വെച്ച് ഉറങ്ങിയതായ ആ സ്ഥാനത്ത് ആ കല്ലിനെ എടുത്ത് അവനൊരു തൂണായി നിർത്തി എന്ന് മാത്രമല്ല, ആ സ്ഥലത്തിന് അവൻ ദൈവത്തിൻ്റെ ഭവനം എന്നർത്ഥം വരുന്ന ബഥേൽ എന്ന പേരിട്ട് വിളിപ്പാനിടയായി തീർന്നു. അവിടെ വെച്ച് യാക്കോബ് ദൈവത്തോട് സംസാരിക്കുന്നതായ ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. അതിനായി നമുക്ക് ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം അതിൻ്റെ 20 വാക്യം വായിക്കാം. യാക്കോബ് ഒരു നേർച്ച നേർന്നു, ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയവുമാകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു. യാക്കോബിൻ്റെ ഹൃദയത്തിലെ ചില ആഗ്രഹങ്ങളാണ് യാക്കോബിൻ്റെ ഈ നേർച്ചയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്താണ് യാക്കോബിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെന്ന് നമുക്കിവിടെ പരിശോധിക്കാം. യാക്കോബ് ഇവിടെ പറയുന്നു, ഒന്നാമത്, ദൈവമേ നീ എന്നോടുകൂടി ഇരിക്കണം. ദൈവം കൂടെ ഇരിക്കുന്നതിൻ്റെ പ്രാധാന്യം വളരെ നന്നായി മനസ്സിലാക്കുന്ന ഒരു യാക്കോബിനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതുപോലെ തൻ്റെ യാത്രയിൽ തന്നെ കാത്തു സൂക്ഷിക്കണം എന്ന് അവൻ ദൈവത്തോട് പറയുന്നു. അപ്പോൾ യാക്കോബ് കൺസേൺ ആയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഒന്ന്, താൻ തനിച്ചാണെന്നുള്ള ചിന്ത തന്നെ ഭരിക്കുന്നുണ്ട്. അതിൻ്റെ സ്ഥാനത്ത് യാക്കോബ് എന്താണ് ആവശ്യപ്പെടുന്നത്? ദൈവമേ നീ എന്നോടുകൂടെ ഇരിക്കണം. നമ്മുടെ ജീവിതത്തിലും നാം എലോണാണ്, തനിച്ചാണ് എന്നുള്ളതായ ചിന്ത പലപ്പോഴും നമ്മെ ഭരിക്കാറുണ്ട്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എന്നോടുകൂടെ ആരുമില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല, എൻ്റെ സങ്കടം കേൾപ്പാൻ ആരുമില്ല. അവർക്കുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ നേർച്ചയുടെ ആദ്യത്തെ വാചകം, ദൈവമേ നീ എന്നോടുകൂടെ ഇരിക്കണം. നാം ദൈവത്തോട് പറയാണ്, ദൈവമേ നീ എന്നോടുകൂടെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അവൻ കൂടെ ഇരിക്കുന്നതായ ദൈവമാണ്. അല്ലെങ്കിലും നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഷ്വറൻസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 28 അധ്യായത്തിൽ ദൈവകൽപ്പന അനുസരിക്കുന്നതായ ഒരു വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന അൾട്ടിമേറ്റ് പ്രോമിസ്, ദൈവത്തിൻ്റെ ആത്യന്തിക വാഗ്ദത്തമാണ്, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും. ദൈവത്തിൻ്റെ മഹാനിയോഗം അനുസരിക്കുന്നവർക്കുള്ള ദൈവത്തിൻ്റെ ആ പെർമനൻ്റ് ആയിട്ടുള്ള പ്രോമിസാണ് അവൻ കൂടെ ഇരിക്കുമെന്നുള്ളതായ ആ പ്രോമിസ്. യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം ദൈവം തൻ്റെ കൂടെ ഇരിക്കുക എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ അത്യന്താപേക്ഷിതമായ കാര്യമായിരുന്നു. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവം കൂടെ ഇരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അടുത്തതായിട്ട് യാക്കോബ് പറയുന്നു, ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും എനിക്ക് സുരക്ഷ ആവശ്യമാണ്, പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. ദൈവമേ നീ എന്നെ സൂക്ഷിക്കണം. അടുത്തത്, ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും. നമുക്കറിയാം, നമ്മുടെ ഭൗമിക ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു നീഡാണ് ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും. അതിനുപോലും ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു യാക്കോബ്. വാസ്തവത്തിൽ നമ്മൾ ഇങ്ങനെയാണ് ആഗ്രഹിക്കേണ്ടത്.
നമ്മൾ ചിന്തിക്കും നമുക്കെല്ലാം ഉണ്ട് എന്നുള്ളത്. അലമാരിയിൽ ഇഷ്ടം പോലെ നമുക്ക് ഉടുക്കുവാനുള്ള വസ്ത്രമുണ്ട്. പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്, പണ്ടൊക്കെ എന്തുടുക്കും എന്നുള്ളതായിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ അലമാരി തുറന്നിട്ട് ഇതിൽ ഏത് ഉടുക്കും എന്നുള്ളതായ ഒരു കൺസേൺ ആണ് നമുക്കുള്ളത്. അതുപോലെ ദൈവം നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇവിടെ യാക്കോബ് പറയുന്നു, എനിക്ക് ഭക്ഷിപ്പാൻ വേണം, അതുപോലെ എനിക്ക് ധരിപ്പാൻ വേണം. അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു ആഗ്രഹം 21 വാക്യത്തിൽ യാക്കോബ് ദൈവത്തോട് പ്രകടിപ്പിക്കുന്നു, എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. നോക്കണേ, ദൈവം എനിക്ക് ദൈവമായിരിക്കണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടി ചെയ്യണം. ഇത് വാസ്തവത്തിൽ ബിബ്ലിക്കലല്ല, ദൈവവചന പ്രകാരമല്ല. നമ്മൾ ഇങ്ങനെയല്ല ദൈവത്തെ സേവിക്കേണ്ടത്, ഇങ്ങനെയല്ല നാം ദൈവത്തിൽ വിശ്വസിക്കേണ്ടത്. ഏതെങ്കിലും മാൻ സെൻറ്റേർഡ് ആയിട്ട് മാനുഷിക കേന്ദ്രീകൃതമായി നാം ദൈവത്തോട് സംസാരിക്കാൻ പാടില്ല. ദൈവത്തെ നാം അംഗീകരിക്കുന്നുവെങ്കിൽ, ദൈവത്തിന് മുമ്പാകെ നാം സമർപ്പിക്കുന്നെങ്കിൽ അവിടെ മാനുഷികമായ യാതൊന്നിനും പ്രാധാന്യമില്ല. അവിടെ ദൈവത്തിന് മാത്രമാണ് പ്രാധാന്യം. ഇതിന് മുമ്പിലത്തെ വാക്യങ്ങളിൽ ദൈവം യാക്കോബിനോട് സംസാരിക്കുന്നുണ്ട്. ദൈവം സംസാരിക്കുമ്പോൾ ദൈവം എപ്പോഴും ഗാഡ് സെൻറ്റേർഡ് ആയിട്ടാണ് ദൈവം യാക്കോബിനോട് സംസാരിക്കുന്നത്. നമ്മൾ ഇതിന് മുമ്പിലത്തെ ചില വാക്യങ്ങളൊന്ന് പരിശോധിക്കാം. 15-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, ഇതാ ഞാൻ നിന്നോടുകൂടിയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. അതിന് മുമ്പ് പറയുന്നു, ഞാൻ അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും ദൈവമായ യഹോവ ആകുന്നു. ദൈവം പറയുന്നു, ഞാൻ അത് നിവർത്തിക്കും. ഇവിടെ ദൈവം ഞാൻ എന്ന് പറയുമ്പോൾ, ദൈവത്തെക്കുറിച്ച് തന്നെ ദൈവം സംബോധന ചെയ്യുമ്പോൾ യാക്കോബ് തന്നെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. പക്ഷേ യാക്കോബ് എന്തായിരുന്നു പറയേണ്ടത്? യാക്കോബ് ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു, എന്നെ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുമെങ്കിൽ. അവിടെ യാക്കോബ് പറയുന്നതായ ഓരോ വാചകങ്ങളിലും എങ്കിൽ എന്ന് പറയുന്നതായ പ്രയോഗങ്ങളുണ്ട്. അത് സൂചിപ്പിക്കുന്നത് യാക്കോബിൻ്റെ അവിശ്വാസത്തെയാണ്. യാക്കോബ് ദൈവത്തെ വേണ്ട രീതിയിൽ അവൻ വിശ്വസിക്കുന്നില്ല. ഒരിക്കലും നമ്മൾ യാക്കോബിനെ പോലെ ആകരുത്. ദൈവത്തിൻ്റെ മുമ്പിൽ ഒരിക്കലും എങ്കിൽ എന്നുള്ള പ്രയോഗം നമ്മൾ നടത്തേണ്ട കാര്യമില്ല. കാരണം ദൈവത്തെ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നെങ്കിൽ ഒരിക്കലും എങ്കിൽ എന്നുള്ളതായ ആ പ്രയോഗം നമ്മുടെ വാക്കുകളിൽ ഉണ്ടാകത്തില്ല. ഇവിടെ യാക്കോബ് എങ്കിൽ എന്നുള്ളതായ പ്രയോഗം നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഈ ഒരു ഭാഗത്ത് യാക്കോബ് ദൈവത്തോട് സംസാരിക്കുമ്പോൾ യാക്കോബ് പറയുന്ന പോലെ ദൈവം പറയുമായിരുന്നെങ്കിൽ? ഉദാഹരണത്തിന് ദൈവം പറയുകയാണ്, യാക്കോബേ, നീ ഈ കിടക്കുന്ന സ്ഥലം ഒരു ബഥേലാക്കുന്നുവെങ്കിൽ, ഇവിടെ ഒരു ആലയം സ്ഥാപിക്കുന്നുവെങ്കിൽ, അതുപോലെ നീ എനിക്ക് സകലത്തിലും ദശാംശം തരുന്നുവെങ്കിൽ എന്ന് ദൈവം പറഞ്ഞോ? ഇല്ല, ദൈവം ഒരിക്കലും പറയില്ല. ഒരിക്കലും ദൈവം മനുഷ്യനെ ഒരു സഹായമായി എടുക്കുകയില്ല. നമ്മൾ ഒരിക്കലും ദൈവത്തെ സഹായിക്കുകയില്ല. കാരണം ദൈവത്തിന് ആരുടെയും സഹായം വേണ്ട. മറിച്ച് ദൈവമായി തന്നെ നമ്മുടെ ജീവിതത്തിൽ അവൻ പ്രവർത്തിക്കും. പലപ്പോഴും പലരും പറയാറുണ്ട്, ഞാൻ ഇന്നടത്ത് ചെയ്തോളാം, ദൈവമേ എന്നെ സഹായിക്കണമേ. നോ, ദൈവം അങ്ങനെ ചെയ്യുന്നതായൊരു ദൈവമല്ല. നമ്മുടെ നേർച്ച എന്ന് പറയുന്നത് ഒരിക്കലും ദൈവത്തെ സഹായിക്കാനല്ല. നേർച്ച അല്ലെങ്കിൽ നേരുക എന്ന് പറയുന്നത് നമ്മളുടെ ദൈവത്തോടുള്ള സമർപ്പണം എന്നുള്ള രീതിയിലാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. റോമലേഖനം 12-ാം അധ്യായം അതിന് 1-ാം വാക്യം നമ്മൾ വായിക്കുന്നു, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പി. നമ്മുടെ സമർപ്പണമാണ്. പുതിയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ നേർച്ചയില്ല, മറിച്ച് ദൈവത്തിന് മുമ്പാകെയുള്ള സമർപ്പണമാണ്. ആ സമർപ്പണം അൺകണ്ടീഷണലുമാണ്, വ്യവസ്ഥയില്ലാത്തതാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവമുഖത്തേക്ക് നോക്കുന്ന ഒരു വ്യക്തിയെപ്പോലും ദൈവം കൈവിടുന്നതായ ദൈവമല്ല. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള അവിശ്വാസങ്ങൾ തിങ്ങിനിറയാറുണ്ട്. പക്ഷേ ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നു, ഞങ്ങൾ അവിശ്വാസത്തോടെ കൂടെ കാണേണ്ടതല്ല ദൈവത്തെ, മറിച്ച് ദൈവത്തെ ആഴമായി വിശ്വസിക്കുവാനും ദൈവമുഖത്തേക്ക് നോക്കുവാനും ദൈവത്തെ പൂർണ്ണമായും ആശ്രയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഈ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ഈ വചനത്തിൻ്റെ നിവൃത്തി ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കാണുന്നതിനായി നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗാഡ് ബ്ലസ് യു ആൾ.